അപ്പോൾ ഇനി നമ്മൾ പാട്ടുപാടി കുറെ വിശേഷം പറഞ്ഞു. ഇനി നമുക്ക് മെയിൻ ഈ റെഡ് കാർപ്പറ്റിന്റെ മെയിൻ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ പണിപാളി ഗെയിം സെഗ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പണി പാളുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കണം. അപ്പോൾ ഒരാൾ ജയിക്കും. ആ ജയിക്കുന്ന ആൾക്ക് ഞാനൊരു സ്വീറ്റ് സമ്മാനം നമ്മുടെ റെഡ് കാർപ്പറ്റ് ടീമിന്റെ വക നൽകും. തോൽക്കുന്ന ആൾക്ക് നമ്മളുടെ വക ഒരു പണിഷ്മെന്റും ഉണ്ട്. എന്തായാലും അപ്പൊ നമുക്ക് റെഡി അല്ലേ? റെഡി. അപ്പോൾ പണിപാളി എന്ന നമ്മുടെ സെഗ്മെന്റിലേക്ക് ഈ രണ്ട് കുട്ടികളെ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ പണിപാള നമ്മൾ മുന്നോട്ട് പോകണം. ഇത്രേ ഉള്ളൂ. ദം സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും നമ്മൾ കുഞ്ഞിലേക്ക് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സിനിമ പേരുകളായിരിക്കില്ല, ഒരു സിനിമയിലെ ക്യാരക്ടർ ആയിരിക്കും. ആദ്യം ആരെടുക്കും? ഡയറക്ടർ ഫസ്റ്റ്. ഡയറക്ടർ സർ ഫസ്റ്റ്. അപ്പോൾ താങ്കൾ എടുക്കുന്നു. ഞാൻ കാണാൻ പാടില്ല. അപ്പൊ ഞാൻ അഭിനയിക്കണം തല ഓക്കെ. നമ്മുടെ പേര് നമ്മുടെ സിനിമ ജനഗണമന. അതിലുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുരാജിന്റെ പണ്ടത്തെ പടം ദേശപുരം. എന്തായാലും എടുത്തോളൂ. പറയട്ടെ. നമുക്ക് മുണ്ടുത്തുന്നു, അടിക്കുന്നു, കള്ളൂടി, കള്ളൂടിയനായിട്ട് മമ്മൂക്ക, തെറിവിളി കള്ളൂടിയൻ, ഭയങ്കര ചട്ടമ്പിനാട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പഴയതാണ്. കേരളത്തിലെ ജില്ലകളൊക്കെ ആയിട്ട് ആ സിനിമയ്ക്ക് പേരിനൊരു കണക്ഷൻ ഉണ്ട്. കോട്ടയം കുഞ്ഞച്ചൻ. ആദ്യം ഓഡിയൻ. ഇത് വിൻസി തകർത്തു. സുരേഷ് ഗോപി, ഭരചന്ദ്രൻ. അത്രേ ഉള്ളൂ. നമുക്ക് തന്നെ. ഓക്കെ. തൂക്കുന്നു. ആര്? തൂക്കി കൊല്ലുന്നു. നമുക്ക് തൂക്കി കൊല്ലുന്നാര്? എന്താന്ന്? കരടിയോ? വേറെങ്ങനോ? കുറച്ചും കൂടി ഒരു പ്രൗഢിയുള്ള നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കില്ലേ? സിംഹം. അതിന്റെ നരസിംഹം. നരസിംഹ റെഡിയോ? ഇനിതാ എടുത്തോളൂ. മറ്റേ പോസ്റ്റ് വേണേ കാണിച്ചോ? വിൻസി, ജനഗണമന, പൃഥ്വിരാജ്, രാജുവിന്റെ ഡയറക്ടർ ലൂസിഫറിലെ സയ്യിദ്, ലൂസിഫറിലെ ലാലേട്ടന്റെ ക്യാരക്ടർ സ്റ്റീഫൻ നെടുമണി. ഇനി അടുത്തത് വിൻസി എടുത്തോളൂ. ലാലേട്ടൻ. ആറാം നമ്പർ. അതിലെ ആറാം നമ്പറിലെ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ നോക്ക്, ഈ മാനറിസം. സോറി അയാളുടെ പേര് അറിയാൻ പാടില്ല. വെള്ളം കോരുന്നു കിണറ്റില്. കിണറ് വേറെ കുളം. ഓട്ട. ഓട്ടയല്ല, പുള്ളി. കുളപ്പുള്ളി. കുളപ്പുള്ളി ലീല. കുറച്ച് കരുണ കാണിക്കണം മോളെ. കുളപ്പുള്ളി ഇരത്തി. സമയം കഴിയാറായി. ചതിക്കല്ലേ. കുളപ്പുള്ളി. 5 കുളപ്പുള്ളി. 4 കുളപ്പുള്ളിയപ്പൻ. ബാക്കി കൂടെ ഉണ്ട്. അല്ല, ഫുള്ള് പറയണം. കുളപ്പുള്ളി അപ്പം നമ്പുരാൻ. ഇനി അടുത്തത് എടുത്തോളൂ. പറഞ്ഞോ, പേടിക്കണ്ട. എവിടെയോ എന്തോ ഒരു തകരാറ്. നീ പറ. ഇതിനെ കാണിച്ചു കൊടുക്ക. എനിക്ക് എന്തെങ്കിലും കാണിച്ച. ആന വീട്. ആനയുടെ വീടോ? നീ എന്താ ഉദ്ദേശിച്ചത്?
ആന വെച്ചാണോ തുടങ്ങുന്നത്? ആ അതെ, ആന വെച്ചാണ് തുടങ്ങുന്നത്. ക്യാരക്ടറുടെ പേര് ആന. ഫീമെയിൽ ക്യാരക്ടറാണ് സിനിമയിലെ ഫീമെയിൽ ഞാൻ ക്യാരക്ടർ. പറയാൻ ഓ അതാ. സെക്കൻഡ് വേർഡ്. സെക്കൻഡ് വേർഡ്. അവിടെ ആരോ ഞാൻ ആരാന്ന്. അവിടെ ആരാ വിൻസിയുടെ വന്നിരിക്കണേ? അമ്മ, അമ്മ, അച്ഛൻ, അച്ഛൻ, അമ്മ, അച്ഛമ്മ. അപ്പൊ ആന ആനക്കാട്ടിൽ അല്ല, മറ്റേത് ഗോഡ് ഫാദർ. ആന വീട്ടിൽ. വീടല്ല, ആനപ്പറമ്പിൽ. ആന ആനപ്പറമ്പിലോ? പറപ്പാണോ ഇത്? ഇതാണോ പറപ്പ്? അതല്ലേ? അതന്നെ. ആന 5 അല്ലടാ. ഒരു സെക്കൻഡ് പറയാം. ആന ആനക്കാട്ടിൽ. കാട്ടല്ല. ആന ആന അല്ല. ഞാൻ വീട്, നിലം, നിലം തുടർന്ന് നിലം, തറ, ആനത്തറ, ആനപ്പറമ്പിൽ, ആനപ്പറമ്പ്, ആനപ്പറ, ആനപ്പാറ. ഇനി നോക്കാം, ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇതാരാ? ഇത് വിൻസി. വിൻസി. ലാലേട്ടൻ. മറ്റേ ഇത് മറ്റേ ഞാൻ ഇനി കാണിക്കുന്നില്ല. മറ്റേ കിണറ്റിട്ട് അടിക്കുന്നല്ലോ നമ്മുടെ കെട്ടിലിട്ട് അടിക്കുന്നോ? അയ്യോ മറ്റേ പണ്ട പടം നമ്മുടെ ഏഴിമല പൂഞ്ചോലല്ലേ? അയ്യോ, അതന്നെ. ഏഴിമല പൂഞ്ചോല കിട്ടി. ലാൽ സാറിന്റെ പേര് ഓർമ്മയില്ല. ചെകുത്താൻ ഒരു എന്തെങ്കിലും ആന. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നടാ. എന്താണ് ഈ സംഭവം? ഇതെന്താണ് സംഭവം? എല്ലാത്തിലും ഇങ്ങനെ കാണിക്കുന്നത്. വെള്ളം കോരുന്നു നടക്കുന്നു. പശു, കിടാവ്, കിടാവ്, കുട്ടി, പശുക്കുട്ടി. പശുക്കുട്ടി. ഇത് അഗെയിൻസ്റ്റ് പറഞ്ഞിരുന്നു. സ്വിച്ച് ഇടാനാ. 5 കയറ് 4 ഞാൻ മറ്റേ പടത്തിലോട്ട് പോട്ടെ. 2 1 0. ആടാണ് കാണിച്ചത്. ആട് ബാക്കിയെല്ലാം പറഞ്ഞു. മന്നാടിയാർ വരെ എത്തി. എന്തൊക്കെ പറഞ്ഞാലും തോറ്റു തൊപ്പിട്ടു. അത് വേറെ കാര്യം. ഇദ്ദേഹം ജയിച്ചു. പക്ഷെ രണ്ടുപേരും വാശിയേറിയ ഒരു മത്സരമാണ് നമ്മളിവിടെ കണ്ടത്. കടുകട്ടിയായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് വരെ സിമ്പിൾ ആയിട്ട് വിൻസി പറഞ്ഞു. ഏറ്റവും ഈസി മാത്രം